അല്ല, ഞാൻ രതി ദേവിയോട് ഞാനൊരു കാര്യം പറയും. ഇത് പട്ടികൂടല്ല, ചാനൽ ചർച്ചയാണ്. ആ ബോധ്യത്തിൽ സംസാരിക്കണം. ഇതാര് ചാനൽ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ സംസാരിക്കാൻ വിടാതിരിക്കുന്നത്? സത്യം പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു ബോധം വേണം. സത്യം പറയുമ്പോൾ അത് കേൾക്കണം. ഈ 10-23,000 വരുന്ന മനുഷ്യർ റോഡ് അപകടത്തിൽ ഇന്ത്യ രാജ്യത്തെ വിവിധ സിറ്റികളിൽ കൊല്ലപ്പെട്ട സമയത്ത് അതിൽ 58% തെരുവ് പട്ടികൾ കൊണ്ടാണ് എന്നുള്ളത് കൃത്യമായ കേന്ദ്ര സർക്കാരിന്റെ കണക്കാണ്. ഇപ്പോൾ ശ്രീ സാബു സ്റ്റീഫൻ പറഞ്ഞ പോലെ ഇത് കേന്ദ്ര സർക്കാരിനെതിരെ അദ്ദേഹം പറയുന്നില്ല എന്ന് റെജി ലൂക്കോസ് പറയുന്നു. ഇത് കേന്ദ്രമാകട്ടെ, സംസ്ഥാനമാകട്ടെ, അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാകട്ടെ, ആരുമാകട്ടെ, ജനങ്ങളെ സംബന്ധിച്ച് അവന് സുരക്ഷിതത്വം വേണമെന്നേ ഉള്ളൂ. ആര് നടപടിയെടുത്താലും അവൻ സ്വീകരിക്കും. നടപടിയെടുത്തില്ലെങ്കിൽ അതിലുള്ള പ്രതിഷേധം ജനങ്ങൾ അറിയിക്കുകയും ചെയ്യും. എന്താണ് കേന്ദ്ര സർക്കാരിൽ ഈ വിഷയങ്ങൾ ഗൗരവത്തോടെ അറിയിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് പാകപ്പിഴയുണ്ടോ? ഈ ABCയുടെ കാര്യങ്ങളടക്കം, അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീ സാബു സ്റ്റീഫൻ സൂചിപ്പിച്ചതുപോലെ ഇതിനെ അല്ലെങ്കിൽ ദയാവധം അടക്കമുള്ള കാര്യങ്ങളിൽ സാധ്യതകളുണ്ട്. ഇപ്പോൾ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നു, അങ്ങനെയുള്ള സാധ്യതകളുണ്ടോ? ചട്ടഭേദഗതികൾ, നിയമഭേദഗതികൾ ആവശ്യമാണോ? ഇതൊക്കെ വളരെ ഗൗരവത്തോടെ ചർച്ച നടക്കണ്ടേ? അല്ല ശ്രീ സാബു സ്റ്റീഫൻ്റെ ആരോപണം പോലെ അവിടുത്തെ വക്കീലും തമ്മിൽ സംസ്ഥാന സർക്കാരിന് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല എന്ന അവസ്ഥയുണ്ടോ? അല്ല, ഇതിൽ ഒരു കാര്യമുള്ളത്, ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമായിട്ട് നമ്മൾ ചുരുക്കി കാണിക്കണ്ട. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ക് ഞാൻ പറയാം. കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിൻ്റെ ഒരു കണക്കുണ്ട്. 2020 ഈ റോഡ് അപകടത്തിൽ കൊല്ലപ്പെട്ടത് ഏതാണ്ട് 20,331 ആളുകളാണ്. 51,813 ആളുകൾക്ക് അപകടം പറ്റിയിട്ടുണ്ട്, റോഡ് അപകടം പറ്റിയിട്ടുണ്ട്. ഇതിൽ ഇത്രയും ആളുകൾ കൊല്ലപ്പെടുമ്പോൾ, ഇത്രയും ആളുകൾ അപകടത്തിൽപ്പെടുമ്പോൾ അതിൽ 58% എന്ന് പറയുന്നത് തെരുവ് പട്ടികൾ കാരണമാണ് എന്ന് കേന്ദ്രത്തിന് കണക്കാണ്. ഇത് കേന്ദ്രത്തിന് ബോധ്യമില്ലാത്തൊരു കാര്യമല്ല. 2021 ആകുമ്പോഴേക്ക് അത് വർദ്ധിക്കുകയാണ്. 23,976 റോഡ് അപകടത്തിൽ. അല്ല, ഞാൻ രതി ദേവിയോട് ഞാനൊരു കാര്യം പറയും. ഇത് പട്ടികൂടല്ല, ചാനൽ ചർച്ചയാണ്. ആ ബോധ്യത്തിൽ സംസാരിക്കണം. ഇതാര് ചാനൽ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ സംസാരിക്കാൻ വിടാതിരിക്കുന്നത്? ഇത് ചാനൽ ചർച്ചയാണ്. നിങ്ങൾ പട്ടികൂടൽ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പാടില്ല. ഞാൻ നേരത്തെ എനിക്ക് വേണമെങ്കിൽ എല്ലാവരോടും മിണ്ടാതിരിക്കാൻ പറയാം. ഞാനത് ചെയ്യാത്ത എന്റെ മര്യാദയാണ്. ഇതൊരു ചർച്ചയാണ്, എല്ലാവർക്കും പറയാനുള്ള അവസരം ഉണ്ടാക്കുക എന്നാണ് എന്റെ കർത്തവ്യം. അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. അത് എന്നെ ശബ്ദം ഉയർത്താൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ട് കാര്യമില്ല. ശ്രീമതി രതിദേവി മിണ്ടാതിരിക്കുക. ശ്രീമതി രതിദേവി ദയവായി നിശബ്ദത പാലിക്കുക. ശ്രീമതി ദിവ്യ പൂർത്തീകരിക്കട്ടെ, അതിന് ശേഷം പ്രതികരിക്കാനുള്ള സമയം എനിക്കും പറയാനുണ്ട്. പറയാൻ സമയം തരാമല്ലോ, സമയം തരുന്നുണ്ടല്ലോ. ശ്രീമതി ദിവ്യ പറയും. പറയട്ടെ. അതായത് സത്യം പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു ബോധം വേണം. സത്യം പറയുമ്പോൾ അത് കേൾക്കണം. ഈ 10-23,000 വരുന്ന മനുഷ്യർ റോഡ് അപകടത്തിൽ ഇന്ത്യ രാജ്യത്തെ വിവിധ സിറ്റികളിൽ കൊല്ലപ്പെട്ട സമയത്ത് അതിൽ 58% തെരുവ് പട്ടികൾ കൊണ്ടാണ് എന്നുള്ളത് കൃത്യമായ കേന്ദ്ര സർക്കാരിന്റെ കണക്കാണ്. ആ കണക്ക് വെച്ചിട്ടാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ആളുകളെ കടിക്കുന്ന പ്രശ്നം മാത്രമല്ല. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ എങ്ങനെയാണ് നഷ്ടമായത്? ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ ഈ തെരുവ് പട്ടി കുറുകെ ചാടുകയാണ്. ആ കുറുകെ ചാടിയിട്ടാണ് ചെറുപ്പക്കാരൻ അപകടത്തിൽ മരണപ്പെട്ടത്. കേരളത്തിൽ എത്ര അപകട മരണങ്ങൾ അതിന്റെ ഭാഗമായിട്ടുണ്ടായി? ഇത് റോഡിലിറങ്ങി കടിക്കുന്ന പ്രശ്നം മാത്രമല്ലല്ലോ, വാഹനം എടുത്തു പോലും ആളുകൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധത്തിലുള്ള പ്രയാസത്തിലേക്ക് നമ്മുടെ നാട് മാറിയില്ലേ? നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഈ നാടിന് ഭീഷണി. നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഭീഷണി. നിങ്ങളൊക്കെ ഈ രാജ്യത്തെ വളരെ തുച്ഛമായ ശതമാനത്തിന് വേണ്ടി മാത്രം ബാധിക്കുന്നവരാ. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് വേണ്ടി ബാധിക്കുന്നവരാ. സുരക്ഷിതമായി സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കേസ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അസ്വസ്ഥരാകുന്നത്